ഞാൻ അടുക്കളയിൽ വന്നിട്ട് ആകെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. ആക്ച്വലി രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി കിച്ചണൊന്ന് വൃത്തിയാക്കാമെന്ന്. അപ്പോൾ വൃത്തിയാക്കണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കണത്. എനിക്ക് വൃത്തിയാക്കണം എന്നുണ്ട്, എന്നാൽ അതിലേറെക്ക് വൃത്തിയാക്കണ്ട, പിന്നെ ചെയ്യാം എന്നുള്ളൊരു ചിന്തയുണ്ട് കേട്ടോ മനസ്സിൽ. പിന്നെ എനിക്ക് തോന്നി എന്നാൽ എല്ലാ ഭാഗവും വൃത്തിയാക്കണ്ട, ഒരു ഷെൽഫായിട്ട് ഇന്നൊരു ഷെൽഫ് വൃത്തിയാക്കുക, ബാക്കി ദിവസങ്ങളിൽ ബാക്കിയായിട്ട് അങ്ങനെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരൊറ്റ ഷെൽഫ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈ ഷെൽഫിലാണ് ഞാനിങ്ങനെ പൊടികളും പിന്നെ അതുപോലെ ബേക്കറി എന്തെങ്കിലും ഐറ്റംസൊക്കെ വാങ്ങാറുണ്ട് വെച്ചെങ്കിൽ വെക്കാറ് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഞാനിങ്ങനെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാറാണ് പതിവ്. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലൊന്നും അങ്ങനെ പൊടികളൊന്നും ഇട്ട് വയ്ക്കാറില്ല. പൊടി എന്ന് വെച്ചാൽ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതാ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് പുറത്തേക്ക് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഉണ്ണിയുടെ റാഗിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പനം കൽക്കണ്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് കുറേ ആയിട്ട് റാഗിയൊന്നും ഉണ്ടാക്കാറില്ല. അവൾക്കൊരു പ്രാവശ്യം റാഗി പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ എപ്പോഴും ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ അരച്ചിട്ട് കൊടുക്കാറാണ് പതിവ്. ഒരു പ്രാവശ്യം പുറത്തുനിന്ന് ഞാനിങ്ങനെ പൊടി വാങ്ങിയിട്ട് അത് കൊടുത്തതിൻ്റെ ശേഷം അവൾക്ക് ലൂസ് മോഷൻ പോലെ പിടിച്ച്. അതിൻ്റെ ശേഷം ഞാൻ റാഗി കൊടുത്തിട്ടില്ല, അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അന്ന് ഇരിക്കുന്നതാണ് അതിൻ്റെ ആ കൽക്കണ്ട കേട്ടോ, പനം കൽക്കണ്ടാണ് അത്. അപ്പോൾ അത് അടിയിൽ അലിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വേസ്റ്റ് അതൊക്കെ കളയാനുള്ളതൊക്കെ കളഞ്ഞ് എല്ലാതും മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്യട്ടെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തുണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് ഞാൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള പഴയ പേപ്പറൊക്കെ ഞാൻ മാറ്റിയിട്ട് പുതിയ പേപ്പർ വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ആ ഷെൽഫിൻ്റെ ഉള്ളിൽ നിന്ന് പേപ്പറൊക്കെ ആ ഷെൽഫിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് അതൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ പലഹാരത്തിനുള്ള സംഭവങ്ങൾ മാത്രമേ അതിൽ വെക്കാറുള്ളൂ. പിന്നെ ചില പാത്രങ്ങൾ, സ്പൂണുകൾ, ഉപയോഗിക്കാത്ത സ്പൂണുകൾ അങ്ങനത്തെയൊക്കെയാണ് വെക്കാറ്. ഇപ്പോൾ സ്പൂണൊക്കെ സീമുകൾ എടുത്തുകൊണ്ട് പോകണ കാരണം അതൊക്കെ ഞാൻ മേലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം അതിന് പകരം വേറെ പല സാധനങ്ങളുണ്ട്. ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളടക്കം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ. ഈ ഡപ്പയിലാണെന്ന് വെച്ചെങ്കിൽ ഞാനിങ്ങനെ ബേക്കറി അങ്ങനെ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിലിട്ട് വെക്കാറാണ് കേട്ടോ പതിവ്. ഇതിപ്പോൾ എന്തോ ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് വരുമ്പോൾ അവരിങ്ങനെ കൊണ്ടുവരില്ലേ ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കൊടുന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തോ അച്ചപ്പം, കുഴലപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കുറേ ദിവസമായി. പിന്നെ അത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അത് കളയാൻ വേണ്ടി വെക്കുക. ഇത് പിന്നെ ചിപ്സല്ല, കൊള്ളി ചിപ്സാണ്. അത് ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ കിട്ടുന്നതാണ്. ഞങ്ങളുടെ അവിടെ ഒന്നും കിട്ടാറില്ല കേട്ടോ ഈ തരത്തിലുള്ളത്. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കഴിക്കുക. അത് ഞാൻ അധികം ദിവസമായിട്ടില്ല കേട്ടോ വാങ്ങിയിട്ട്, കുറച്ച് ദിവസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഞാൻ വേസ്റ്റ് വരുന്നതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിലൊരു പേപ്പറും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ആ കൊട്ടയുടെ എല്ലാ സൈഡിലും ഈ പൊടികളൊക്കെ ഇടുകയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ കയറി പിടിക്കില്ലേ, ഒട്ടി പിടിക്കും. അപ്പോൾ ഞാൻ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പപ്പടമൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ട് എത്രയേ ഇരിക്കണമെന്ന് അറിയും. ഇവിടെ പപ്പടത്തിനൊന്നും വലിയ ചിലവില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഏട്ടൻ വന്ന സമയത്തെങ്ങാനും ഗുരുവായൂരിൽ ഒരു പാക്കറ്റ് വാങ്ങിയുള്ളതാണ്. അയ്യോ, അതാണ് ഇപ്പോൾ അടുത്ത് കളഞ്ഞത് കേട്ടോ. വലിയ പപ്പടം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതെങ്ങാനും ഏട്ടൻ കാണുകയാണെങ്കിൽ. ഇത് ഞാൻ കുറച്ച് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള മാക്രോണി എന്തോ സംഭവമാണത്, മാക്രോണിയാണ് തോന്നുന്നത്. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത് കളയുകയാണ് കേട്ടോ. വേറെ പാക്കറ്റുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ കുറേ ആയി വാങ്ങിയിട്ട്. അപ്പോൾ അതിനി ഡേറ്റ് കഴിഞ്ഞോ എന്താണെന്ന് അറിയില്ലല്ലോ. വേറെ നല്ലത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെന്തോ എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസം എന്തോ തോന്നിയിരുന്നു ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ അതെടുത്ത് കളയണം കേട്ടോ. കളഞ്ഞിട്ടില്ല എന്നിട്ടും എടുത്ത് വെച്ചിരിക്കുക. എന്താല്ലേ. പിന്നെ അതേ സാമ്പാർ പൊടി എന്ന് വെച്ചാൽ ഇത് പൊടി മാത്രം ഇട്ടാൽ മതി, പച്ചക്കറി വേവിച്ചിട്ട് പൊടി മാത്രം ഇട്ടാൽ മതി ഇത്ര. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അത് ഏട്ടുള്ള സമയത്ത് തന്നെ വാങ്ങിയതാണ്. ഏട്ടനും അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സംഭവം എടുത്ത് കളയട്ടോ. പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല. പിന്നെ കുറച്ച് അവലിരിക്കുന്നുണ്ടായിരുന്നു. അവലിങ്ങനെ മണത്ത് നോക്കിയപ്പോൾ പഴയതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അതും കളഞ്ഞ്. അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്തായാലും. ഇനി ഞാൻ കളഞ്ഞ സാധനങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിനി അതൊന്നും കാണിക്കുന്നില്ല. സാധനങ്ങൾ ഞാൻ ഒതുക്കണതിനനുസരിച്ചിട്ട് തന്നെ
ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത കളയാനുള്ളതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്, വേസ്റ്റൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഞാനിങ്ങനെ ഒരു കവറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ കത്തിക്കാനുള്ളത് അത് വേറെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് വലിച്ച് വാരിയിട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടെച്ചെങ്കിൽ പിന്നെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനെന്താ പൊടികളൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഒരു ഡബ്ബയിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ പരന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് വിചാരിച്ചു ഇങ്ങനെ ഒരു ഡബ്ബയിലാക്കിയിട്ട് വെക്കാമെന്ന്. ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയപ്പോൾ തന്നെ ആവശ്യത്തിലധികം സാധനങ്ങൾ കളയാനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ബോട്ടിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കളയാനുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സിയമോൾ വന്നിട്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ താഴെയൊക്കെ ചെറുതായിട്ട് പൊടിയൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അടിച്ചൊരു കൂട്ടുകയാണ് കേട്ടോ കളയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പിന്നെ അത് ചോട്ടി നടക്കില്ലേ. പിന്നെ ഇപ്പോൾ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് അടുത്തതും കൂടി ക്ലീൻ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അതും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഇനി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ പൊടികളൊക്കെ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ ഇങ്ങനെ കാലിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ അതേ സിയമോളും എന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാൻ എടുത്ത് വെച്ച ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൾ പോകുന്നുണ്ട്. അവൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിൻ്റെ സ്പൂണുകളും കത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാറ്. അപ്പോൾ അത് ഈ ഒരു ട്രേ തുറന്നിട്ട് അതിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക എനിക്ക് കിട്ടണില്ല. അപ്പോൾ ആ ഒരു സംഭവം എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം ഞാൻ കാണുന്നത് അതിൻ്റെ ഉള്ളിലിങ്ങനെ കൂറക്കാട്ടങ്ങൾ ഉണ്ടല്ലോ, കൂറ പാറ്റ ആ സംഭവം അത് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എവിടെയോ ഒരു കൂറ ഇരിക്കുന്നുണ്ട് എന്നുള്ള സംഭവം. അപ്പോൾ പിന്നെ എന്തായാലും ഞാനിങ്ങനെ ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടെടുക്കലാണ് പൊടി, അല്ലാതെ പിന്നെ അത് പൊടി ഉണ്ടാവില്ല എന്നുള്ളൊരു ഉണങ്ങിയ തുണി എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു നനഞ്ഞ തുണി എടുത്ത് കൊടുത്തിട്ട് അതൊക്കെ പൊടിയൊക്കെ തട്ടിയെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു ട്രേ ഞാൻ കഴുകിയിട്ട് തുടച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് കഴുകി തുടച്ച് വെക്കാറുണ്ട്. സ്പൂണൊക്കെ ഇട്ട് വയ്ക്കുന്ന കാരണം ഇടയ്ക്ക് വെള്ളം പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്, നനവൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ സീമോൾക്ക് ഏത് നേരം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്പൂണൊക്കെ ഇതിൽ തന്നെയാണ് അവൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോവാറ്. അപ്പോൾ കൊണ്ടുവയ്ക്കുന്ന സ്പൂൺ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടൊക്കെ ചളിയൊക്കെ ആകുമ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് കഴുകിയിട്ടൊക്കെ വെക്കാറുള്ളതാണ്. ആ ട്രേ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ എന്താ കത്തി, സ്പൂണ്, പിന്നെ അങ്ങനെയുള്ള കയ്യിൽ ഈ സ്കെയിൽ എന്തൊക്കെയാണ് പറയണത്, ഈ കത്തിയൊന്നും ഞാനിതിൽ വെക്കാറില്ല കേട്ടോ. കത്തി വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ സിയമോൾ എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ അത് ആ തവ കണ്ടില്ലേ, ആ ചട്ടുകം കണ്ടില്ലേ, അത് സിയമോൾ എടുത്ത് കളിച്ചിട്ട് പൊട്ടിയിട്ടുള്ളതാണ്. ഞാനിങ്ങനെ അത് എടുത്തിട്ട് കളയാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. ഇത്ര ദിവസം അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ അധികം കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് 3 കുക്കറൊക്കെ ഉണ്ട് കേട്ടോ. പല ഷേപ്പിലുള്ള പല അളവിലുള്ള കുക്കറാണ്. അപ്പോൾ ഞാൻ ചെറിയ കുക്കറാണ് ഉപയോഗിക്കാറ്. പിന്നെ ആ 3 ലിറ്ററിൻ്റെ വലിയ കുക്കർ വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. പിന്നെ 4 കുക്കറുണ്ട്. അതിലൊരു കുക്കർ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കണമെങ്കിൽ അത് ഈ ആക്രിക്കാർ വരുമ്പോൾ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അലുമിനിയത്തിൻ്റെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു കുത്തു പോലെ വന്നിട്ടുണ്ട്, ബ്ലാക്ക്. അപ്പോൾ ഞാനിങ്ങനെ അത് ഉപയോഗിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചുള്ളതാണ്. പിന്നെ അതിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, വിസിൽ വരായികയോ വെള്ളം ചീറ്റി അങ്ങനെ എന്തൊക്കെയായിട്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ പാത്രങ്ങളും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പറൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഇഷ്ടം പോലെ കൂറക്കാട്ട അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ കൂറ അത്യാവശ്യത്തിന് കയറിയിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇതൊന്നും എടുത്ത് മാറ്റുമ്പോഴേക്ക് കൂറേനൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ എന്താ സിയമോൾ ഞാൻ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അവിടെ സോഫയിൽ കിടന്നിട്ട് TV കാണുകയാണ്. ഇനി പഠിക്കടാ എന്ന് പറയുന്ന ശല്യമില്ലല്ലോ. അപ്പോൾ ആദ്യം സുഖമായി കിടന്ന് TV കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ പൊടിയൊക്കെ തട്ടിയിട്ട് ഞാൻ അപ്പം തന്നെ അത് കോരി മാറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ചവിട്ടി നടക്കില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സിമോൾ വന്നിട്ട് എന്നോട് അതെന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കിപ്പോൾ ഭയങ്കര സംശയമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഞാനിങ്ങനെ പേര് തെറ്റിച്ച് പറഞ്ഞു കൊടുക്കും ചില സമയത്ത്, മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൾ അല്ല ഇതിങ്ങനെയാണ് അവൾക്കറിയാം, എന്നാലും അവൾ എന്നോട് വന്നിട്ട് അതെന്താന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ വേറൊരു പേപ്പറൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വിരിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ അതിൽ കയറ്റി വയ്ക്കുകയാണ് കേട്ടോ. പാത്രത്തിലൊന്നും അധികം അഴുക്ക അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ ഇല്ല. എനിക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനങ്ങനെ ഒരുപാട് പാത്രങ്ങൾ വാങ്ങി വെക്കാറില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല. എനിക്കറിയാം ഈ വൃത്തിയാക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട്. കാരണം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നല്ലോണം കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ പാത്രങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ അത് വൃത്തിയാക്കുമ്പോൾ ഇതൊക്കെ കൂടി എന്താ ചെയ്യുകയെന്നറിയില്ല.
അപ്പോൾ എനിക്കിഷ്ടമല്ല അതിങ്ങനെ പാത്രങ്ങൾ എടുത്ത് വെക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വാങ്ങിക്കൂട്ടാറില്ല പാത്രങ്ങൾ. പിന്നെ അതാ ഈ ഒരു സിങ്കിൻ്റെ അടിയിലത്തെ ഭാഗത്താണ് ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഞാൻ അരിയുടെ പാത്രങ്ങളൊക്കെ വെക്കാറ്. പിന്നെ അത് ഓരോന്ന് എടുക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാണ് എടുത്ത് വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ എടുത്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതായത് അതിൻ്റെ ഇടയിൽ എനിക്ക് ആ പാറ്റ അതാ കണ്ട പാറ്റ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ പാറ്റേനെ കാണുന്നത്. ഇത്ര നേരം പാറ്റേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ എനിക്ക് ഈ ഒരു വലിയ പാറ്റേനെ തന്നെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ അടിച്ചിടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സീമോൾ ഇതാ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ആ പാറ്റ അതാ ഫ്രിഡ്ജിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അതിനെ തട്ടിയിട്ട് പുറത്തേക്ക് ഇടാനുള്ള ശ്രമത്തിലാണ്. സീമോൾക്കാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തിനൊന്നും പേടിയില്ല. എനിക്കിപ്പോഴും പേടിയാണ്. സീമോളുടെ മേത്ത് കയറിയിട്ട് സീമോളുടെ ചന്തിമേലാണ് പാറ്റ കയറിയിരുന്നിരുന്നത്. അവൾക്ക് യാതൊരു പേടിയില്ല. ഞാൻ പാറ്റ എന്ന് പറയുമ്പോഴും അവളിങ്ങനെ നിന്ന് നോക്കുകയാണ് എവിടെയെന്നുള്ള തരത്തിൽ. ചില സമയത്ത് ഉറുമ്പിനെയൊക്കെ പിടിച്ച് കൊന്നിട്ട് എൻ്റെ കയ്യിൽ കൊടുന്നേരും അമ്മ അതാന്ന് പറഞ്ഞിട്ട്. എന്താണാവോ കുട്ടിക്ക് ഇങ്ങനത്തെ സംഭവത്തിനോടൊന്നും യാതൊരു പേടിയില്ല കേട്ടോ. പിന്നെ ഞാൻ അതിന് ചവിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാലും അവൾക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ചവിട്ടാതെ അങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതേ ഇവിടുന്ന് വന്നിട്ട് കപ്പ് എടുത്തോണ്ടേതൊന്നും ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാനത് ക്ലീൻ ചെയ്യണ പരിപാടിയിലല്ലേ. അപ്പം പിന്നീട് ആര് എന്നോട് പറയുമ്പോഴാണ് അമ്മയ്ക്കും വേണം കളിക്കാൻ കപ്പ് എന്ന് പറയുമ്പോഴാണ് ഞാൻ നോക്കണത്. അപ്പോൾ എന്തായാലും അവൾ കപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതായിട്ടിരുന്ന് കളിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഒരുപാട് വേസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കിങ്ങനെ സാധനങ്ങൾ കൂട്ടി വയ്ക്കുന്ന സ്വഭാവമില്ല എന്നാൽ ഞാൻ അപ്പോൾ വേസ്റ്റുകൾ എടുത്ത് കളയുമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് വേസ്റ്റ് എടുത്ത് വെക്കുന്ന സ്വഭാവമുണ്ട്. കാരണം ഇതിപ്പോൾ കളയണ്ട. എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഞാനൊരു ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ഒരു കബോർഡല്ല കാർട്ടൂണിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എന്ന് എടുത്തു വെച്ചു എന്നാണ് എനിക്ക് ഓർമ്മയില്ലാത്തത്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് കളയാൻ വേണ്ടിയിട്ടൊരു ചാക്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ എടുത്തേക്കുക. ഇനി ഇഷ്ടംപോലെ കുപ്പികൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളെങ്കിൽ വർക്ക് ഏരിയയിലൊരു ഷെൽഫ് ഉണ്ടല്ലോ അതിങ്ങനെ വൃത്തിയാക്കുമ്പോൾ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണാവോ. താഴെ പരത്തി വെച്ചുള്ളതൊക്കെ ഞാൻ ഒരുവിധം വൃത്തിയാക്കി. പിന്നെ കളയാനുള്ളതൊക്കെ ഞാൻ അത് മേലെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കൊണ്ടുപോയി കളയണം. പിന്നെ സമയം ഭക്ഷണം കഴിക്കാനുള്ള സമയമായല്ലോ. അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ക്ലീൻ ചെയ്യാണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുള്ളൂ കേട്ടോ.